ആഗോളസഭയിൽ കേരളമെന്ന ഈ കൊച്ചു ഭൂപ്രദേശത്തിന് നിർണായകമായൊരു സ്ഥാനമുണ്ട്. ഈ ആധുനിക ലോകത്തിന് സുവിശേഷ സന്ദേശം പകർന്നു നൽകുന്ന മഹാദൗത്യത്തിൽ നാം ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം വളരെ വലുതാണ്. കത്തോലിക്കാ സഭയിൽപ്പെട്ട ലോകമെമ്പാടുമുള്ള 23 വ്യക്തിസഭകളിൽ വളരെ പ്രധാനപ്പെട്ട 2 റീത്തുകൾ മുളച്ചു പൊന്തിയതും ലോകം മുഴുവൻ വ്യാപിച്ചതും ഈ മണ്ണിൽ വേരുറപ്പിച്ചുകൊണ്ടാണ്. ഇന്ന് ലാറ്റിൻ, സീറോ മലബാർ, സീറോ മലങ്കര സഭകളുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തന മികവിൻ്റെ പിൻബലത്തിലാണ് ആഗോള സഭയുടെ ശ്രേഷ്ഠ പന്ഥാവിൽ കേരള സഭ ഒരു ഉത്തമ മാതൃകയും ശക്തിയുമായി മാറുന്നത്. കേരള സഭയുടെ പ്രേക്ഷിത ചരിത്രത്തിലൂടെ കണ്ണോടിച്ചാൽ കഴിഞ്ഞ അരനൂറ്റാണ്ടുകാലം വളരെ പ്രധാനപ്പെട്ടതാണ്. ലോക സുവിശേഷവൽക്കരണത്തിലും മാതൃകാപരവും നിർണായകവുമായ സാമൂഹിക ഇടപെടലുകളിലും നാം ശ്രദ്ധേയമായി മാറിയ ഫലസമൃദ്ധമായ 5 പതിറ്റാണ്ടുകളാണ് കടന്നുപോയത്. വളരെ മാതൃകാപരമായ അനവധി നേട്ടങ്ങളിലേക്ക് ഈ സഭാസമൂഹം നടന്നു നീങ്ങിയതിന് പിന്നിൽ അദൃശ്യമായ ചില കരങ്ങളുണ്ട്. പരിശുദ്ധാത്മാവ് പകർന്നു നൽകിയ ജ്ഞാനദൃഷ്ടിയും ദീർഘവീക്ഷണവുമുണ്ട്. തികഞ്ഞ ദൈവാശ്രയ ബോധത്തോടെയുള്ള സമർപ്പണമുണ്ട്. ഇതെല്ലാം ചേർന്ന് രൂപപ്പെടുത്തിയതും സ്വർഗം വിഭാവനം ചെയ്തതുമായ മഹത്തായ ഒരു പ്രസ്ഥാനമുണ്ട്. അതാണ് POC അഥവാ പാസ്റ്ററൽ ഓറിയന്റേഷൻ സെന്റർ. കേരള സഭയിലെ നേതൃനിരയ്ക്ക് പിന്തുണയും ആത്മബലവും നൽകി ശക്തിപ്പെടുത്തിയ, സഭാമക്കളുടെ വ്യക്തിജീവിതത്തിനും വിശ്വാസ ജീവിതത്തിനും വിളക്കായി മാറിയ, തിരുസഭയുടെ പ്രവർത്തന വീഥികൾ വിശാലമാക്കിയ ആ മഹാപ്രസ്ഥാനത്തിൻ്റെ ചരിത്ര വഴികളിലൂടെ ഒരു തീർത്ഥയാത്ര. ഇന്ന് കേരള കത്തോലിക്കാ സഭയുടെ പൊതുവായ നേതൃത്വത്തിലുള്ള ആധ്യാത്മികവും സാമൂഹികവും സാംസ്കാരികവുമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത് എറണാകുളം പാലാരിവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന POC ആണ്. കേരള മെത്രാൻ സമിതിയുടെ ആസ്ഥാന കാര്യാലയം കൂടിയാണ് ഈ കേന്ദ്രം. മെത്രാന്മാരുടെ നേതൃത്വത്തിലും കൂട്ടായ്മയിലും രൂപപ്പെടുത്തപ്പെടുന്ന പദ്ധതികൾ ഏറ്റവും കാര്യക്ഷമമായി നടപ്പാക്കുന്നതിനുള്ള ഉത്തരവാദിത്വം POCയിൽ നിക്ഷിപ്തമായിരിക്കുന്നു. മാതൃകാപരമായി ഈ ദൗത്യം നിറവേറ്റിയ 50 വർഷത്തെ ചരിത്രം പാസ്റ്ററൽ ഓറിയന്റേഷൻ സെന്ററിനെ കേരള സഭയുടെ അവിഭാജ്യ ഘടകമായി മാറ്റിയിരിക്കുന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് POCയുടെ പ്രവർത്തനങ്ങൾ ഞാൻ സ്മരിക്കുന്നത്. കാരണം POC ആരംഭിച്ച അവസരത്തിൽ കേരള സഭയ്ക്ക് ഒരു ഏകീകൃത പ്രവർത്തന ശൈലി ഇല്ലായിരുന്നു. ഓരോ രൂപതയിലും ഓരോ റീത്തിലും അവരവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ധാരാളം ചെയ്യുന്നുണ്ടായിരുന്നുവെങ്കിലും വത്തിക്കാൻ സുനഗദോസിൻ്റെ ആ പഠനങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുന്നൊരു പ്രക്രിയ അല്ലായിരുന്നു. കത്തോലിക്ക സഭയെ സംബന്ധിച്ച 2ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ദർശനങ്ങൾ കേരള സഭയിൽ നടപ്പിൽ വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 1968 POC സ്ഥാപിതമായത്. തൃശ്ശൂർ അതിരൂപതയിലെ പെരിയ ബഹുമാനപ്പെട്ട ജോസഫ് കണ്ണാത്തച്ഛനാണ് POCയുടെ സ്ഥാപക പിതാവ്. മംഗലപ്പുഴ സെമിനാരിയിൽ ഇതിന് രൂപം കൊടുത്ത അവസരത്തിൽ കണ്ണത്തച്ഛനെ ഒന്ന് സഹായിക്കാനായിട്ട് ഒരു വൈദിക വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാനും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം ആരംഭം മുതലുള്ള പ്രവർത്തനങ്ങൾ എനിക്ക് അറിവുള്ളതാണ്. 1968 ഓറിയൻ്റൽ കോൺഗ്രിഗേഷൻ്റെ പ്രീഫെക്റ്റ് മാക്മില്ലൻ ഫ്യൂസ്റ്റൻബർഗ് അദ്ദേഹമാണ് ഇതിൻ്റെ അടിസ്ഥാനശില ആശീർവദിച്ചതും മംഗലപ്പുഴ സെമിനാരിയിൽ POC ആരംഭിച്ചതും. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പ്രവർത്തനങ്ങൾ ഒന്നുകൂടി വിപുലമായതോടുകൂടി ഈ POCയെ മഞ്ഞുമലിലേക്ക് കുറച്ച് നാൾ മാറ്റി സ്ഥാപിച്ചു. സമയബന്ധിതമായിട്ടുള്ള രീതിയിൽ സ്ഥാപിച്ച ഈ സംരംഭം പിന്നീട് കലൂരിലേക്ക് കൊണ്ടുവരികയുണ്ടായി കുറച്ച് നാളത്തേക്ക്. അത് കഴിഞ്ഞിട്ടാണ് കണ്ണത്തച്ഛൻ്റെ ആ പരിശ്രമഫലമായിട്ട് പാലാരിവട്ടത്തെ കുറേ സ്ഥലം മേടിക്കുകയും അവിടെ ആസ്ഥാനമാക്കി
നേരത്തെ ആശീർവദിച്ച അടിസ്ഥാന ശില സ്ഥാപിച്ചുകൊണ്ട് ഇന്നത്തെ POC നിർമ്മിക്കുകയും ചെയ്തത്. POCയുടെ രൂപീകരണത്തിൻ്റെ ചരിത്രത്തിൽ നിർണായകമായി മാറിയ 3 വ്യക്തിത്വങ്ങളുണ്ട്. തൃശൂർ അതിരൂപത വൈദികനായ ഫാദർ ജോസഫ് കണ്ണാത്ത്, അക്കാലത്തെ തൃശൂർ മെത്രാൻ അഭിവന്യ ജോർജ് ആലപ്പാട്ട് പിതാവ്, അന്ന് മംഗലപ്പുഴ സെമിനാരിയുടെ റെക്ടറായിരുന്ന കാർമലൈറ്റ് വൈദികൻ ഫാദർ മൈക്കിൾ ഏഞ്ചൽ OCD എന്നിവരാണ് അവർ. ബഹുമാനപ്പെട്ട ജോസഫ് കണ്ണാത്തച്ഛൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് നൽകിയ ആശയവും അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനവുമായിരുന്നു എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ആയിരത്തി 1960-കളിലാണ് ബഹുമാനപ്പെട്ട ജോസഫ് കണ്ണാത്തച്ഛൻ മതബോധന രംഗത്തെ ഉപരിപഠനത്തിനു വേണ്ടി ബെൽജിയത്തിനുള്ള ഒരു കാറ്റഗറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠനത്തിനായി ചേർന്നത്. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഈ ആശയം ഉദിച്ചത്. ഒരു മതബോധന രംഗത്ത് പരിശീലനം മതാധ്യാപകർക്ക് നൽകുന്നതിനും ആ രംഗത്തെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും വേണ്ടി. അതുകൊണ്ട് അദ്ദേഹം വ്യക്തിപരമായി രൂപം കൊടുത്ത ഒരാശയമാണ് POC എന്നത്, പാസ്റ്ററൽ ഓറിയൻറ്റേഷൻ സെൻറ്റർ എന്നത്. ഞാൻ ബെൽജിയത്തിലായിരിക്കുമ്പോഴാണ് ഈ ആശയങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അവിടെ കുറേശ്ശെ തുടങ്ങി ഓരോരുത്തരൊക്കെ ആയിട്ട് സംസാരിച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട്. അവിടെ ആയിരിക്കുമ്പോഴാണ് നുൻസിയോനെ വന്ന് കാണുന്നതും മെത്രാന്മാർ ഓരോരുത്തരെ വന്ന് കാണുന്നതെല്ലാം അവിടെ ആയിരിക്കുമ്പോഴാണ്. വിശുദ്ധ യൗസേപ്പ് പിതാവിനോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഭക്തി മിക്കവാറും പേർക്ക് അറിവുള്ളതാണ്. ആ ദൈവപരിപാലനയിലും യൗസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥതയിലും ആശ്രയിച്ചുകൊണ്ടാണ് ജീവിതം മുഴുവനിലും ഈ പദ്ധതിയുമായി അദ്ദേഹം മുന്നോട്ട് നീങ്ങിയത്. സാമ്പത്തികമായി ഒരുപാട് ഞെരുക്കങ്ങൾ അനുഭവിച്ച ഘട്ടങ്ങൾ പലതുണ്ടായി. അപ്പോഴൊന്നും തളരാതെ പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. പ്രതീക്ഷിച്ച സഹായം, സഹകരണം സഭയുടെ അധികാരികളിൽ നിന്ന് ആവശ്യമായിരുന്നത്ര ലഭിച്ചില്ലെങ്കിൽ തന്നെയും തളരാതെ പതറാതെ മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിനും തുടർന്ന് എനിക്കും സാധിച്ചത് ഈ വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ്. ഞാൻ അറിയുന്ന ഒരു ബിഷപ്പുണ്ടായിരുന്നു, എൻ്റെ പ്രായക്കാരൻ. അങ്ങൊരു എറണാകുളത്ത് രൂപതയിലായിരുന്നു. അങ്ങൊരു സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ഓരോ മെത്രാന്മാർ വഴിക്ക് അങ്ങനെ സപ്പോർട്ട് കിട്ടി വന്നു. പല പ്രാവശ്യം കോണ്ടാക്ട് ചെയ്ത് വന്നു. ഒരുപാട് പ്രാവശ്യം മെത്രാന്മാർ ഓരോരുത്തരെയൊക്കെ കണ്ട് സംസാരിച്ച് അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി ആരംഭിക്കാനായിട്ട്. പാസ്റ്ററൽ ഓറിയൻറ്റേഷൻ സെൻറ്റർ എന്ന പേര് ഈ മഹത്തായ സ്ഥാപനത്തിന് വളരെ അർത്ഥവത്താണ്. ആരംഭകരിൽ നിന്ന് തന്നെ രൂപം കൊണ്ട ഈ നാമം ഇന്ന് കേരള സഭയെപ്പറ്റി പറയുന്നിടത്തെല്ലാം പരാമർശിക്കപ്പെടുന്നു. പേരുകൾ പലതും പ്രാരംഭഘട്ടത്തിൽ നിർദ്ദേശിക്കപ്പെട്ടു. എങ്കിലും എനിക്കും ഏറ്റവും സ്വീകാര്യമായി തോന്നിയത് പാസ്റ്ററൽ ഓറിയൻറ്റേഷൻ സെൻറ്റർ എന്നതാണ്. കാരണം ആ അജപാലന രംഗത്ത് ഒരു പ്രത്യേക രീതിയിൽ അതിനെ നയിക്കുക, നേതൃത്വം നൽകുക, അതായിരുന്നു അന്നത്തെ പ്രധാന ആവശ്യം. പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ഏകോപനത്തോടുകൂടി അത് തുടരണം എന്നുള്ള നിർബന്ധമുണ്ട്. അച്ഛൻ തന്നെയാണ് അതിൻ്റെ എല്ലാ പ്രാരംഭ പ്രവർത്തനങ്ങളും സ്വന്തം നിലയിൽ നടത്തിയത്. ഒരു പ്രബന്ധം രചിച്ച് അത് മെത്രാന്മാർക്കും മതബോധന രംഗവുമായി ബന്ധപ്പെട്ട മറ്റുള്ളവർക്കുമൊക്കെ അയച്ച് അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടാണ് ആ സ്ഥാപനത്തിന് അദ്ദേഹം രൂപം നൽകിയത്. ആധുനിക ലോകത്തിന് അനുയോജ്യമാം വിധം സഭാ സംവിധാനങ്ങൾ പരിഷ്കരിക്കപ്പെടണമെന്ന ആശയമായിരുന്നു ബഹുമാനപ്പെട്ട ജോസഫ് കണ്ണാത്തച്ഛൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പുതിയ ലോകത്ത് പുതിയ ജീവിത രീതികളും സംസ്കാരവും സ്വീകരിച്ച സമൂഹങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ സഭയ്ക്കുള്ളിലും നേതൃത്വത്തിലും ഒരു നവീകരണം ആവശ്യമായിരുന്നു. POC വരുന്നതിന് മുന്നേ വളരെ റിസർവ്ഡ് ആറ്റിറ്റ്യൂഡായിരുന്നു. ഒരു അച്ഛനെയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ, വികാരിയെ കാണണമെന്നുണ്ടെങ്കിൽ ഫോർമാലിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. മെത്രാനെ കാണണമെങ്കിൽ അത്ര എളുപ്പമല്ല. വളരെ ശുപാർശകളും മുൻകൂട്ടി അപ്പോയിൻമെൻറ്റും കാര്യങ്ങളും ഒക്കെ മേടിച്ചിട്ട്
സാധിക്കുള്ളായിരുന്നു. വളരെ മജസ്റ്റിക് ഓർഡറിലായിരുന്നു. അതിന് കുറച്ചുകൂടി ഒന്ന് സിമ്പിൾ ആക്കണം എന്നുള്ളൊരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നു സഭയുടെ എല്ലാ വശത്തും. അതിനായിട്ടാണ് ഇത് ആരംഭിക്കുന്നത്. അപ്പോൾ അത് ആരംഭിക്കുമ്പോൾ സഭയിലെ പ്രവർത്തനം നവീകരണത്തോടു കൂടിയിട്ട് സാധിക്കുള്ളൂ. സഭയിൽ ഒരു നവീകരണം വരണമെങ്കിൽ വൈദികരിൽ വരണം. വൈദികരിൽ വരണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സെമിനാറുകളും കാര്യങ്ങളൊക്കെ നടക്കണം. അപ്പോൾ അങ്ങനെ 4-5 കൊല്ലം പല അച്ഛന്മാർക്ക് സെമിനാറുകൾ ഞാനല്ല വേറെ നടത്തിയിരുന്ന ആളുകളുണ്ട്, അവരെയും വിളിച്ച് വെച്ച് നടത്തി. അങ്ങനെ ഇതൊരു നല്ല പ്രസ്ഥാനമാണെന്നുള്ളത് അച്ഛന്മാരുടെ ഇടയിൽ സംസാരം വന്നു. അങ്ങനെയാണ് അത് നീങ്ങുന്നത്. അഭിനവ കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ സകലരും ഒരേ മനസ്സോടെ നേതൃത്വത്തോടൊപ്പം അണിനിരക്കണമെന്നും സന്യാസ സഭകളും വ്യക്തിസഭകളും രൂപതകളും ഒത്തൊരുമയോടെ നിലകൊള്ളണമെന്നുമുള്ള കാലഘട്ടത്തിൻ്റെ വലിയ അനിവാര്യത കണ്ണാത്തച്ഛനിലൂടെ വെളിപ്പെടുത്തപ്പെട്ടപ്പോൾ ആ ആശയത്തെ അനേകർ നെഞ്ചിലേറ്റി. സഭയിലെ റിലീജിയസ് ലൈഫിൽ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻസ് മെത്രാന്മാർ മാത്രമായാൽ പോരാ, വൈദികരായ മാത്രമായാൽ പോരാ, എല്ലാ വൈദികരും സന്യാസ സഭകളും അതിലാവണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്. സന്യാസിനികളും സന്യാസന്മാരും പുരോഹിതന്മാരും ഇടവക്കാരും രൂപതകളും ആയിട്ട് അങ്ങനെ കൂടുതൽ അടുപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് തുടങ്ങി ആ കോണ്ടാക്റ്റ് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ പൊതുവെ വൈദികരിൽ നിന്നും റിലീജിയസിൽ നിന്നും വലിയ സപ്പോർട്ടായിരുന്നു. കാരണം ഇവരെല്ലാം ഇൻഡിവിജ്വലായിട്ട് കഴിയുമായിരുന്നു. ഒരു കൂടിച്ചേരുന്ന ഇടപാടുണ്ടായിരുന്നില്ല അന്ന്. ഞാനത് തുടങ്ങിയതിന് ശേഷമാണ് ആദ്യമായിട്ടാണ് ഈ റിലീജിയസ് അച്ഛന്മാരും നാട്ടുപട്ടക്കാരും അതുപോലെ തന്നെ സന്യാസികളും സന്യാസിനികളും എല്ലാവരും ചേർന്നുകൊണ്ടുള്ള സെമിനാറുകളൊക്കെ ഉണ്ടായത്. അതുവരെ എല്ലാം അങ്ങനെ ഒറ്റപ്പെട്ട് കഴിയായിരുന്നു. കേരള സഭയുടെ മതബോധന രംഗത്തുള്ള ഉണർവായിരുന്നു POC ആരംഭം കുറിച്ചപ്പോൾ അതിന് നേതൃത്വം നൽകിയവരുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന്. ഏറെ വൈകാതെ തന്നെ മതബോധന രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിക്കുവാൻ POCക്ക് കഴിയുകയും ചെയ്തു. എന്നാൽ ആരംഭഘട്ടത്തിൽ തന്നെ മറ്റൊരു ചരിത്രപരമായ ഉത്തരവാദിത്വം കൂടി POC ഏറ്റെടുക്കണമെന്നുള്ളത് ദൈവനിശ്ചയമായിരുന്നു. സാധാരണ വിശ്വാസികൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ മലയാളം ബൈബിൾ വിവർത്തനം ചെയ്ത് ലഭ്യമാക്കുകയായിരുന്നു അത്. അന്നു മുതൽ POC ബൈബിൾ കമ്മീഷന്റെ ഉത്തരവാദിത്തങ്ങൾ വളരെ വലുതാണ്. ഞാൻ 1970-ലാണെന്നാണ് എൻ്റെ ഓർമ്മ. POC പാലാരിവട്ടത്ത് തുടങ്ങിയപ്പോഴാണ് ആ സ്ഥാപനത്തിൽ ചേരുന്നത്. 2 വർഷത്തെ പരിശീലന പദ്ധതിയായിരുന്നു ആദ്യം അവിടെ രൂപപ്പെടുത്തിയത്. തുടർന്നാണ് മറ്റ് രംഗങ്ങളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിച്ചത്. പ്രത്യേകിച്ചും ബൈബിൾ പ്രേക്ഷിതത്വത്തിലേക്ക് കടന്നത്. അതിന് പ്രാരംഭമായി പുതിയ നിയമത്തിനെങ്കിലും ഒരു വ്യാഖ്യാനം, മലയാള തർജ്ജമ ഉണ്ടാക്കുക. ആദ്യകാല ശ്രമം ഒരു എക്യുമെനിക്കൽ ബൈബിൾ എന്ന നിലയിലായിരുന്നു അത് തുടങ്ങിയത്. പക്ഷേ അതിന് സാങ്കേതിക തടസ്സങ്ങൾ ഒരുപാടുണ്ടായി. കത്തോലിക്കേതര സഭകൾക്ക് അതുമായി സഹകരിക്കുന്നതിനുണ്ടായിരുന്ന ബുദ്ധിമുട്ട്. അത് സാധ്യമല്ലെന്ന് കണ്ടപ്പോഴാണ് കത്തോലിക്ക സഭയുടേതായി ഒരു വിവർത്തനം എന്ന ആശയം ശക്തിപ്പെട്ടത്. അതും പ്രാരംഭഘട്ടത്തിൽ പുതിയ നിയമം മാത്രം തർജ്ജമ ചെയ്യുക, എന്നിട്ട് തുടർന്ന് പഴയ നിയമം, അങ്ങനെ സമ്പൂർണ്ണ ബൈബിൾ. ഈ ആശയത്തിലാണ് അതിൻ്റെ തുടക്കം. POCയിലെ ബൈബിൾ കമ്മീഷൻ്റെ അധ്യക്ഷനായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് കുറേ നാൾ സാധിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് കേരളത്തിൽ മലയാളത്തിലൊരു ബൈബിൾ ഉണ്ടെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ കേരളം മുഴുവൻ പ്രചരിക്കുന്നുണ്ടെങ്കിൽ ബൈബിൾ സംബന്ധമായിട്ടുള്ള പഠനങ്ങൾ കുറേ കൂടി ആഴമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്കിന്ന് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ബൈബിൾ കമ്മീഷൻ്റെയും POC കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന ബൈബിൾ സൊസൈറ്റിയുടെയും പരിശ്രമ ഫലമായിട്ടാണ്. ഇന്ന്
കേരള സഭയിലെ 32 രൂപതകളുടെയും പൊതുവായ ആസ്ഥാന കാര്യാലയമാണ് POC. ഒപ്പം KCBCയുടെ ഔദ്യോഗിക ആസ്ഥാനവും 3 വ്യക്തിസഭകളുടെ ഒരുമിച്ചുള്ള കാര്യാലയവും. അങ്ങനെ കേരള സഭയുടെ തന്നെ നിർണായക കേന്ദ്രവുമാണ് ഈ സെന്റർ. ഇത്തരത്തിലുള്ള ഏറെ സവിശേഷതകളുടെ പിൻബലത്തോടെ കേരള സഭയുടെ നിർണായകമായ ആധ്യാത്മികവും സാമൂഹികവുമായ ഒട്ടേറെ ഇടപെടലുകൾ POCയുടെ നേതൃത്വത്തിൽ മുന്നേറുന്നു. കഴിഞ്ഞ 50 വർഷക്കാലം കേരളത്തിലെ ഈ 3 വ്യക്തിസഭകളും സീറോ മലബാർ, ലാറ്റിൻ, സീറോ മലങ്കര സഭകളും ഒന്നു ചേർന്ന് കൂട്ടായ പ്രവർത്തനത്തിലൂടെ കേരളത്തിലെ കത്തോലിക്ക സഭയുടെ ദർശനം നൽകുവാനായിട്ട് നടത്തിയ പരിശ്രമങ്ങൾ ഏറെ ശ്ലാഘനീയമാണ്. ഈ POCയുടെ നേതൃത്വത്തിൽ കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ വിവിധ അജപാലന കമ്മീഷനുകൾ പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും അതിൻ്റെ നല്ല ഫലങ്ങൾ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും നൽകുവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയുമാണ്. കേരളത്തിലെ കത്തോലിക്ക സഭയുടെ കഴിഞ്ഞ 50 വർഷത്തെ ചരിത്രം POCയുമായി കൂടി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. കേരളത്തിലെ 3 കത്തോലിക്ക സഭാ സംവിധാനങ്ങളെയും പരസ്പരം യോജിച്ച് പ്രവർത്തിക്കാനുള്ള മേഖലയായി പ്രവർത്തിക്കുന്നത് POCയാണ്. KCBCയുടെ ആസ്ഥാന കാര്യാലയം എന്ന നിലയിൽ ഇപ്പോൾ നിലവിലുള്ള 32 കത്തോലിക്ക രൂപതകളുടെയും ആസ്ഥാന കാര്യാലയമാണ് POC. അതിനോടൊപ്പം തന്നെ സീറോ മലബാർ, സീറോ മലങ്കര, ലത്തീൻ ഈ 3 വ്യക്തിഗത സഭകളും POCയിൽ ഒരുമിച്ച് കൂടിച്ചേരുന്നു. 3 വ്യക്തിസഭകളുടെയും ഐക്യം മുൻനിർത്തിയുള്ളതും പൊതുസമൂഹത്തിൻ്റെയും വിശ്വാസി സമൂഹത്തിൻ്റെയും നന്മയ്ക്കായുള്ളതുമായ എണ്ണമറ്റ പ്രവർത്തനങ്ങളാണ് POCയെ വ്യത്യസ്തമാക്കുന്നത്. 21 കമ്മീഷനുകളും 24 ഡിപ്പാർട്ട്മെൻറ്റുകളും POC കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നു. തിരുസഭയുടെ അടിസ്ഥാന ഉത്തരവാദിത്തമായ ആധ്യാത്മിക രംഗത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുതന്നെ മുന്നേറുന്നതിനൊപ്പം നിർണായകമായ സാമൂഹിക സാംസ്കാരിക ഇടപെടലുകളും POC നടത്തിവരുന്നു. ആരോഗ്യരംഗത്തും സ്ത്രീ ശാക്തീകരണ രംഗത്തും തൊഴിൽ രംഗത്തും തുടങ്ങി എല്ലാ രംഗങ്ങളിലും സഭയുടെ കയ്യൊപ്പ് പതിയുന്നതിൻ്റെ പിന്നിൽ POCയുടെ പങ്കു വലുതാണ്. കത്തോലിക്ക സഭയിലെ 3 വ്യക്തിഗത സഭകളുടെ അജപാലന കേന്ദ്രമാണ് POC. 3 കൂടി ഒരേ ധാരയിൽ, ഒരേ കത്തോലിക്ക വിശ്വാസത്തിൽ ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവുമായ സഭയുടെ ഭാഗമായിട്ടുള്ള ആ ഐക്യത്തിൽ കഴിയാമെന്നതിൻ്റെ അനുഭവം, അത് അനുഭവിക്കുകയും മറ്റുള്ളവർക്കത് പകർന്നു കൊടുക്കുകയും ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് വർഷങ്ങളിൽ. ഇപ്പോഴും ആ ഒരു സേവനം POC തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വർഷം 3 പ്രാവശ്യം വീതം ഇവിടെ ഒരുമിച്ച് കൂടി വരുന്ന അഭിമന്യ പിതാക്കന്മാരുടെ KCBC സമ്മേളനം സഭയുടെ വ്യത്യസ്തങ്ങളായ പ്രവർത്തന മേഖലകളെയും ശുശ്രൂഷ മേഖലകളെയും സംബന്ധിച്ച വ്യക്തമായ കാഴ്ചപ്പാടും നയരൂപീകരണവും നടത്തുന്നു. POCയിൽ പ്രവർത്തിക്കുന്ന KCBCയുടെ 21 കമ്മീഷനുകളും 24 ഡിപ്പാർട്ട്മെൻറ്റുകളും വഴിയാണ് KCBC അതിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത്. KCBCയുടെ സെക്രട്ടേറിയറ്റ് എന്ന നിലയിൽ കേരള കത്തോലിക്ക സഭയുടെ ഒരുമിച്ചുള്ള പ്രവർത്തനത്തെയും അജപാലന രംഗത്തിലെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തെയും അതോടൊപ്പം സഭയും സമൂഹവുമായി ബന്ധപ്പെടുന്ന വിവിധ മേഖലകൾ, വിദ്യാഭ്യാസ രംഗം, ആതുര ശുശ്രൂഷയുടെ രംഗം, സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ രംഗം, ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളെ ഈ സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഏകോപിപ്പിക്കാനായി സാധിക്കുന്നു എന്നുള്ളത് POCയെ സംബന്ധിച്ചിടത്തോളവും
KCBCയുടെ സെക്രട്ടേറിയറ്റ് എന്ന നിലയിൽ ഇന്ന് അത് നിർവഹിക്കുന്ന ശുശ്രൂഷകളെ സംബന്ധിച്ച് തീർച്ചയായും അഭിമാനത്തിന് വക നൽകുന്നുണ്ട്. ആരംഭത്തിൽ ലക്ഷ്യം വെച്ചിരുന്നതുപോലെ കേരള സഭയിൽ കാലഘട്ടത്തിന് അനിവാര്യമായ നവീകരണം നടക്കുകയും അടുത്ത ഘട്ടമായി പ്രാദേശികമായ പാസ്റ്ററൽ സെൻ്ററുകൾ ആരംഭിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ POC എന്ന പൊതുവായ കേന്ദ്രം അപ്രസക്തമായി തീരുമെന്ന് പലരും കരുതി. എന്നാൽ ദൈവനിശ്ചിതമായി POCയിൽ നിക്ഷിപ്തമായിരുന്ന ഉത്തരവാദിത്തങ്ങൾ അനന്തമായിരുന്നു. മതബോധന പ്രവർത്തനങ്ങൾ, അതിന് മാർഗനിർദ്ദേശം നൽകുന്ന ടെക്സ്റ്റ് ബുക്കുകൾ പ്രിൻ്റ് ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന പരിശീലന കോഴ്സുകൾ നടത്തുന്ന ഒരു സ്ഥാപനമായിട്ടാണ് POC പ്രവർത്തനം തുടങ്ങിയത്. കേരളത്തിലെ വ്യക്തിസഭകൾ തനത് സ്വഭാവത്തിൽ കൂടുതൽ ആഴത്തിൽ വളരാൻ തുടങ്ങിയപ്പോൾ മതബോധനം ഓരോ സഭയും പ്രത്യേകമായിട്ട് ഏറ്റെടുത്ത് നടത്തേണ്ട ഒരു ദൗത്യമായിട്ട് മനസ്സിലാക്കപ്പെടുകയും ആ രീതിയിൽ മതബോധന കേന്ദ്രം എന്ന നില വിട്ടിട്ട് ഈ സൂപ്രാ റിച്വലായിട്ടുള്ള, അതായത് റീത്തുകൾക്ക് അതീതമായ കാര്യങ്ങൾ സമൂഹത്തിലുണ്ട്, ആ സമൂഹമായിട്ട് സംവദിക്കുന്നതിനുള്ള ഒരു പൊതുവേദിയായിട്ട് POC ഇന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ അന്ന് പലരും കരുതി മതബോധന കേന്ദ്രങ്ങൾ രൂപതയിൽ സ്ഥാപിതമാകുമ്പോൾ POCക്ക് പ്രസക്തി എന്ത്, POCയുടെ പ്രവർത്തനം നിന്നു പോകുമോ എന്ന്. ഇന്ന് മനസ്സിലാകുന്നുണ്ട് POCക്ക് ഏറ്റെടുക്കാനും നടത്താനുമായിട്ട് വളരെയേറെ കാര്യങ്ങൾ, പൊതുവായിട്ട് നടത്താവുന്ന കാര്യങ്ങൾ ധാരാളമുണ്ട്. അത് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പൊതുസമൂഹത്തിലെ പ്രശ്നങ്ങളിൽ ഇടപെടാനും അവരോട് സംവദിക്കാനും സഭയെ അതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി നിർത്താനും മതപരമായ കാര്യങ്ങൾക്ക്, പൊതുവായ കാര്യങ്ങൾക്ക്, റീത്തുകൾക്ക് അതീതമായ ആരാധനക്രമങ്ങൾക്കും അതീതമായ പല കാര്യങ്ങളും ജീവിതത്തോട് ബന്ധപ്പെട്ടുണ്ട് വിശ്വാസിക്ക്. അതിനെല്ലാം മാർഗനിർദ്ദേശം നൽകുന്ന രൂപരേഖകൾ തയ്യാറാക്കുകയും പ്രവർത്തന പരിപാടികൾ ആവിഷ്കരിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥാപനമായിട്ട് അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് POCയിൽ ഒരുപാട് കമ്മീഷൻസ് പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ രംഗങ്ങളെയും ഉൾക്കൊള്ളുന്ന, ആധ്യാത്മികം മാത്രമല്ല സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള എല്ലാ രംഗങ്ങളും കടന്നു ചെന്ന് പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന 21 കമ്മീഷനോളം POC കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നുണ്ട്. POC മെത്രാൻ സമിതിയുടെ ആ ഒരു ആസ്ഥാനം എന്നതിലുപരി കേരളത്തിലെ എല്ലാ സഭാപ്രവർത്തനങ്ങളുടെയും കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നു. ശുശ്രൂഷയുടെ വ്യത്യസ്തമായ മേഖലകളിൽ ആഗോള സഭ മുമ്പോട്ട് വയ്ക്കുന്ന ദർശനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ സഭയെ സംബന്ധിച്ചും അജപാലനപരമായും ഉള്ള ദർശനങ്ങളെ ഉൾക്കൊണ്ട് കേരളത്തിലെ സഭയ്ക്ക് വ്യക്തമായ ഒരു അജപാലന ദർശനം രൂപീകരിക്കുന്നതിന്, അതുപോലെ തന്നെ സഭയുടെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ചും സഭയുടെ പ്രേക്ഷിത ദർശനത്തെ രൂപീകരിക്കുന്നതിൽ, ആ പ്രേക്ഷിത ചൈതന്യം സഭയുടെ അജപാലന രംഗത്തേക്ക് വ്യാപിപ്പിക്കുന്നതിൽ, പ്രേക്ഷിത ദർശനത്തോടുകൂടി സഭയിലെ വിശ്വാസ പരിശീലനത്തിന് രൂപം കൊടുക്കുന്നതിൽ, അങ്ങനെ അൽമായരെ സമ്പൂർണമായും ഉൾക്കൊള്ളുന്ന ഒരു വിശ്വാസ പരിശീലന പദ്ധതിയും പ്രേക്ഷിത പരിശീലന പദ്ധതിയും വഴി കേരള സഭയെ ഇന്ന് കത്തോലിക്ക സഭയുടെ ദർശനമനുസരിച്ച് പ്രേക്ഷിത ആഭിമുഖ്യത്തിൽ വളരാൻ സഹായിക്കുന്ന ഒരു ചൈതന്യത്തിലേക്ക് കൊണ്ടുവരുന്നതിന് POC വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. ഇന്ന് 50 വർഷങ്ങൾ പിന്നിടുമ്പോൾ കേരള സഭയുടെ വിശാല വീഥികളിൽ POCയുടെ സാന്നിധ്യവും ഇടപെടലുകളും ഒഴിച്ചുകൂടാനാവാത്തതായി തുടരുന്നു. സഭയിൽ നിക്ഷിപ്തമായ അനന്തമായ ഉത്തരവാദിത്തങ്ങളുടെ പട്ടികയിലും ഈ പാസ്റ്ററൽ ഓറിയന്റേഷൻ സെന്ററിൻ്റെ ശക്തമായ കരങ്ങളുടെ പിൻബലം അനിവാര്യമാണ്. ഇങ്ങനെ തന്നെ ഓരോ കമ്മീഷനിലും ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലും വിദ്യാഭ്യാസ മേഖലകളിലും ഒക്കെ എല്ലാം വളരെയധികം വിലയേറിയ സംഭാവനകൾ ഈ കഴിഞ്ഞ 50 കൊല്ലങ്ങളായിട്ട് കേരള സമൂഹത്തിന് നൽകുവാൻ കേരള സഭയ്ക്ക് POCയിലൂടെ സാധിച്ചിട്ടുണ്ട്. വിവിധ ദേശങ്ങളിലെ വിഭിന്ന സംസ്കാരങ്ങളിൽ നിന്ന് ക്രിസ്തുവിൻ്റെ സത്യസഭയുടെ ഭാഗമായി
അവിടുത്തേക്ക് സാക്ഷികളായി ജീവിക്കുന്ന 130 കോടിയോളം പേർ ഇന്ന് ഈ ലോകത്തിലുണ്ട്. സമാനതകളില്ലാത്ത ഐക്യവും അതുല്യമായ ആത്മീയ ശക്തിയുമാണ് തിരുസഭ മക്കൾക്കിടയിൽ 2 സഹസ്രാബ്ദങ്ങളായി നിലനിൽക്കുന്നത്. ക്രിസ്തുവിലുള്ള ആ ഐക്യവും സ്നേഹവുമാണ് ഈ മഹാ അജഗണത്തെ ആത്മീയ ഔന്നത്യത്തിൽ എന്നും നിലനിർത്തിയിട്ടുള്ളത്. ആഗോള തിരുസഭയുടെ ഐക്യത്തിലും ലോകസുവിശേഷവൽക്കരണം എന്ന മഹാലക്ഷ്യത്തിലും ഇനിയും വലിയ സംഭാവനകൾ നൽകുവാൻ കേരള സഭയ്ക്കും POCക്കും കഴിയട്ടെ എന്ന് നമുക്കാഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം.